Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? സത്യത്തിൽ ഇന്നല്ല, ഇന്നലെയായിരുന്നു പ്രത്യേകത. ഇന്നലെ വാലന്റൈൻസ് ഡേ ആണ് അല്ലേ? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേയുടെ പിറ്റേ ദിവസം അല്ലേ? സത്യത്തിൽ ഞാൻ ഈ പോം ഇന്നലെയായിരുന്നു അപ്ലോഡ് ചെയ്യേണ്ട ദിവസം അല്ലേ? ഇത് ഭയങ്കര ഒരു ലവ് പോമാണ്, ഒരു ഡീപ്പ് ഇൻറ്റൻസ് ലവ്നെ ഡിനോട്ട് ചെയ്യുന്ന, ഇതിനെ കാണിക്കുന്ന ഒരു പോമാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. അപ്പോൾ വാലന്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ലവ് പോം നോക്കാം. ഇത് ആക്ച്വലി 4th സെമസ്റ്റർ പോയട്രി പേപ്പർ, BA ഇംഗ്ലീഷുകാരുടെ പോയട്രി പേപ്പറിൽ ഉള്ളൊരു പോമാണ്. പിന്നെ ഈ കമ്മിങ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റ്, പെയിൻറ്റർ ഒക്കെയാണ്. ഹി ഈസ് വെരി ഫേമസ്. ആളുടെ എന്താണെന്ന് വെച്ചാൽ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഈ റൈറ്റിംഗ് സ്റ്റൈല് ഭയങ്കര എക്സ്പെരിമെൻ്റൽ റൈറ്റിംഗ് സ്റ്റൈൽസ് ആണ്. നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പം നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. I carry your heart with me. I carry it in my heart. I'm never without it. Anywhere I go, my dear, and whatever is done by only me is your doing, my darling. അപ്പോൾ അവിടെ എന്താ പറയണേ? I carry your heart with me. I carry it in my heart. അല്ലേ? ഞാൻ നിന്റെ ഹൃദയം എന്നിലാണ് കൊണ്ട് നടക്കുന്നത്. എൻ്റെ ഹാർട്ടിനുള്ളിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് നിന്റെ ഹൃദയം ഇരിക്കുന്നത്. ഞാനത് ഇല്ലാതെ ഇല്ല. ഐ എം നെവർ വിത്തൗട്ട് ഇറ്റ്. ഏത് സമയത്തും അതെൻ്റെ ഒപ്പം ഉണ്ട് അല്ലേ? മറ്റേ മോഹൻലാൽ പണ്ടൊരു സിനിമയിൽ പറയണ പോലെ വെറവർ യു ഗോ ഐ എം ദർ ഗദാജാം എന്ന് പറയണ മാതിരി അല്ലേ? ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഐ എം നെവർ വിത്തൗട്ട് ഇറ്റ്. Anywhere I go, you go, my dear, and whatever is done by only me is your doing, my darling. എന്താ പറയുന്നത്? ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ലൈൻസ് കാണിക്കുന്നത് ആ ഒരു ഇൻറ്റൻസ് കണക്ഷൻ ബിറ്റ്വീൻ ദ സ്പീക്കർ ആൻഡ് ഹിസ് ബിലവഡ്. മനസ്സിലായോ? അത് അവരുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോ സ്ട്രോങ് ആൻഡ് ഇൻറ്റിമേറ്റ് ദാറ്റ് ഇറ്റ് ട്രാൻസെൻഡ്സ് ഇൻഡിവിജ്വാലിറ്റി. മനസ്സിലായോ? അവര് രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് രണ്ടല്ല, ഒന്നാണ്. മനസ്സിലായോ? അതായത് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അത് നീ തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ വേറെ നീ വേറെ എന്നില്ല. ഇനി no fate for you. I fear no fate. Sorry, I fear no fate, for you are my fate, my sweet. I want no world, for beautiful you are my world, my true. And it's you or whatever a moon has always meant, and whatever a sun will always sing is you. അല്ലേ? എന്താണ് പറയുന്നത്? I fear no fate. I fear എന്നങ്ങോട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടി ഇല്ല ഒരു ഫേറ്റിനെ. മനസ്സിലായോ? അവിടെ ഒരു പോസ് വരുന്നുണ്ട്. അവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് പോസ് സജസ്റ്റ് വൾണറബിലിറ്റി ഓഫ് ദ സ്പീക്കർ അല്ലെ? സ്പീക്കർ ഈസ് ആൻ ഓർഡിനറി ഹ്യൂമൻ ബീങ്. അപ്പം അവിടുത്തെ ഒരു പോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്പീക്കറിൻ്റെ വൾണറബിലിറ്റി ആണ്. ബട്ട് സ്റ്റിൽ ഹി സേസ് ദാറ്റ് ഹി ഫിയേഴ്സ് നോ ഫേറ്റ് ബിക്കോസ് യു ആർ മൈ ഫേറ്റ്. നീയാണ് എൻ്റെ വിധി. ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി അല്ലേ? മൈ സ്വീറ്റ്, ഐ വാണ്ട് നോ വേർഡ്. പറയാൻ വിട്ടുപോയതാണ്. ഇതിൽ ഫേസ്റ്റ് ലൈൻ തുടങ്ങിയിട്ട് തന്നെ നമുക്ക് കാണാം ഐ എന്നുള്ള വേർഡ്. നമുക്ക് അറിയാം യൂഷ്വലി നമ്മൾ ഐ, ഞാൻ എന്ന് എഴുതുമ്പോൾ അത് സെൻറ്റൻസിൻ്റെ മിഡിൽ വരുമ്പോഴും ബിഗിനിങ്ങിൽ വരുമ്പോഴും എൻഡിങ്ങിൽ വരുമ്പോഴും ഒക്കെ നമ്മളെങ്ങനെയാണ് ഐ എന്നുള്ളത് ക്യാപിറ്റലൈസ് ചെയ്ത് എഴുതും അല്ലേ? പക്ഷേ ഇവിടെ നോക്കൂ, ത്രൂ ഔട്ട് നമുക്ക് കാണാം ഐ എന്നുള്ളത് ഇറ്റ് ഹാസ് ബിൻ റിട്ടൺ ഇൻ ലോവർ കേസ്. ദാറ്റ് സജസ്റ്റ് ഹ്യൂമിലിറ്റി ഓഫ് ദ സ്പീക്കർ. And it also indicates that he prioritizes his beloved over himself. മനസ്സിലായോ? അദ്ദേഹം പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഐ എന്നുള്ളത് ക്യാപിറ്റൽ എഴുതുന്നത്? ഈ ഇംഗ്ലീഷുകാർക്ക് ഭയങ്കര സെൽഫ് റെസ്പെക്റ്റ് ആണ്. മനസ്സിലായോ? ഞാൻ വലുത്, അതുകൊണ്ടാണ് ദാറ്റ് ഇസ് റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ഈ സ്മോൾ ലെറ്റർ ഐയിൽ എഴുതുമ്പോൾ എന്താണ്? ദാറ്റ് ഷോസ് ദ ഹ്യൂമിലിറ്റി ഓഫ് ദ സ്പീക്കർ. And it also denotes that the poet prioritizes his beloved over himself.
മനസ്സിലായോ? അതുകൊണ്ടാണ് അദ്ദേഹം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബിലവഡിനാണ്, അല്ലാണ്ട് അദ്ദേഹത്തിനെ അല്ല. അതുകൊണ്ടാണ് I എന്നുള്ളത് ത്രൂ ഔട്ട് ദ പോയം വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ റിട്ടൺ ഇൻ ലോവർ കേസ്. അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം, സി I carry എത്ര പ്രാവശ്യമല്ലേ I carry എന്നുള്ളത്. ഇത് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അനഫോറ. അനഫോറ എന്ന് പറയുന്നത് നമ്മൾ സിമിലി, മറ്റേ മെറ്റഫർ എന്നൊക്കെ പറയുന്ന, പെർസോണിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ പല പോയിന്റ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് അനഫോറ എന്ന് പറയുന്നത്. ഇത് ഈ ഫിഗർ ഓഫ് സ്പീച്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വേർഡ്സ് റിപ്പീറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ക്ലോസസ്, ഫ്രേസസ് ഓർ സെന്റൻസസ്. അടുത്തടുത്ത് വരുന്ന വരികളിലോ ക്ലോസസിലോ ഫ്രേസസിലോ അതിന്റെ ബിഗിനിങ്ങിലായിട്ട്, ആ വരികളുടെ ബിഗിനിങ്ങിലായിട്ട് വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. സി ഐ ക്യാരി യുവർ ഹാർട്ട് വിത്ത് മീ. അടുത്ത ലൈനിൽ ഐ ക്യാരി ഇറ്റ് ഇൻ മൈ ഹാർട്ട്, അല്ലേ? അപ്പൊ ഐ ക്യാരി എന്ന് പറയുന്നത് എന്താണ്? അനഫോറയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അനഫോറയുടെ സ്പെല്ലിംഗ് ANAPHORA, കേട്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ ഞാൻ തുടങ്ങിയായിരുന്നു, അതിലേക്ക് തിരിച്ചു പോവാം. I fear no fate, for you are my fate, my sweet. എനിക്ക് ഒരു വിധിയും പേടിയില്ല, because you are my fate. അവിടെ ഒരു പോസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. I want no world, for beautiful you are my world, my true. അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? നീയാണ് എൻ്റെ ലോകം, അതുകൊണ്ട് എനിക്ക് മറ്റൊരു ലോകം വേണ്ട. നീ സുന്ദരി, നീയാണ് സുന്ദരമായ എൻ്റെ ലോകം. ഓക്കെ, അവിടെ നോക്കൂ, ആദ്യത്തെ സ്റ്റാൻസിൽ എന്താ പറയുന്നത്? ഐ ക്യാരി യുവർ ഹാർട്ട് വിത്ത് മീ. നിന്റെ ഹൃദയം ഞാൻ ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ, അല്ലേ? അത് നമുക്ക് ബോഡിയിലേക്ക് നമ്മുടെ ആവശ്യമുള്ള ബ്ലഡ് ഒക്കെ പമ്പ് ചെയ്ത് എത്താനായിട്ട് ഈ ഓർഗൻ നമുക്ക് കൂടിയേ തീരൂ. അപ്പൊ ഈ ബിലവഡിന്റെ ഹാർട്ട് സ്പീക്കറിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണെന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ദ ബിലവഡ് ഇസ് ഇന്റഗ്രൽ ടു the speaker's very existence, അല്ലേ? സ്പീക്കർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ ബിലവഡ് ഉണ്ടായേ തീരൂ എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പറയുന്നത് എനിക്ക് ഫേറ്റിനെ പേടിയില്ല, because you are my fate. I don't fear any I don't want any other world, because you are my world, അല്ലേ? And it's you, whatever a moon has always meant, and whatever a sun will always sing is you. അവിടെ എന്താ പറയുന്നത്? മൂൺ എന്ന് പറയുമ്പോൾ, അല്ലേ, മൂൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റൊമാൻസ്, അല്ലേ? അതായത് നമ്മളിങ്ങനെ എന്താ പറയുക, മൂണൊക്കെ ഒരു റൊമാൻറ്റിക് നേച്ചർ ഉണ്ട് ചന്ദ്രന്, അല്ലേ, മൂണിന്. അപ്പോൾ എന്താണോ മൂൺ ചെയ്യുന്നത്, എന്തൊക്കെയാണോ മൂൺ ചെയ്തിട്ടുള്ളത്, അതെല്ലാം നീയാണ്. ആൻഡ് വാട്ട് എവർ എ സൺ വിൽ ഓൾവേസ് സിങ് ഇസ് യു, അല്ലേ? സൂര്യൻ എന്തൊക്കെയാണോ മീൻ ചെയ്യുന്നത്, അതായത് സൂര്യൻ നമുക്ക് എന്താ തരുന്നത്? ഇറ്റ് റെപ്രസെന്റ്സ് ലൈഫ്, ലൈറ്റ്, വൈറ്റാലിറ്റി, അല്ലേ? നമുക്ക് ലൈഫും ലൈറ്റും ഒക്കെ തരുന്ന ഒരു സാധനമാണ് സൂര്യൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ വാട്ട് എവർ എ സൺ വിൽ ഓൾവേസ് സിങ് ഇസ് യു. സൂര്യൻ എന്താണോ റെപ്രസെന്റ് ചെയ്യുന്നത്, വാട്ട് എവർ ദ സൺ റെപ്രസെന്റ്സ്, ദാറ്റ് ഈസ് യു. എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിലെ പ്രകാശം, എൻ്റെ ജീവിതത്തിലെ ആ ഒരു എന്താ പറയുക വൈറ്റാലിറ്റി, ആ ഒരു എനർജി എല്ലാം നീയാണ്. അതായത് സൂര്യൻ ഇതിനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്, അല്ലെ? അപ്പൊ എൻ്റെ ജീവിതത്തിലെ സൂര്യൻ എന്ന് പറയുന്നത് നീയാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്, സ്പീക്കർ പറയുന്നത്. Here is the deepest secret nobody knows. Here is the root of the root and the bud of the bud, and the sky of a tree called life, which grows higher than soul can hope or mind can hide. And this is a wonder that is keeping the stars apart. I carry your heart, I carry it in my heart. അല്ലേ? എന്താണ് പറയുന്നത്? ഇനിയാണ് ഒരാൾക്കും അറിയാത്തൊരു രഹസ്യമാണ് ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്? അതായത് ഹിയർ ഇസ് എ റൂട്ട് ഓഫ് ദ റൂട്ട് ആൻഡ് ബഡ് ഓഫ് ദ ബഡ്, അല്ലേ? അതായത് എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് അവരുടെ സ്നേഹമാണ്. മനസ്സിലായോ? Their love is the starting point of all life and all creatures. എല്ലാത്തിനും ഉറവിടം എന്ന് പറയുന്നത് അവരുടെ പ്രണയമാണ്. which grows, അവരുടെ പ്രണയം എങ്ങനെയാണ് വളരുന്നത്, ഗ്രോ ചെയ്യുന്നത്? higher than soul can hope or mind can hide, അല്ലേ? soul means emotion,
മൈൻഡ് മീൻസ് ലോജിക് അല്ലേ. അപ്പം എന്താ പറയുന്നത്, അവരുടെ നമ്മൾ പറയില്ലേ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല ബുദ്ധി ഇല്ല എന്നൊക്കെ പറയില്ലേ, അതന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ ആരുടെ ഇമാജിനേഷനെക്കാട്ടിലും ആരുടെയും ഇമോഷനെക്കാട്ടിലും, അല്ലെങ്കിൽ ഇമാജിനേഷൻ അല്ല സോറി ഇമോഷനെക്കാട്ടിലും, അല്ലെങ്കിൽ ഒരു ആളുടെ ലോജിക്കിന് അല്ലെ, അതായത് യുക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടിലും എന്താ പറയുക വളർന്നു പോയി അവരുടെ പ്രണയം. മനസ്സിലായോ? ദ ലവ് ട്രാൻസെൻഡ്സ് ഇമോഷൻ ആൻഡ് ലോജിക് which can be understood by human beings, or their love is beyond human understanding. അതാണ് പറയുന്നത്. And this is the wonder that is keeping the stars apart. മനസ്സിലായോ? ഈ സ്നേഹം, ഇവരുടെ പ്രണയം, അതാണ് എന്ത് ആ ഒരു കോസ്മിക് ഫോഴ്സ് എന്ന് പറയുന്നത്, യൂണിവേഴ്സിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു കോസ്മിക് ഫോഴ്സ് എന്ന് പറയുന്നത് അവരുടെ പ്രണയമാണ്. ഇറ്റ് ഈസ് their love is so powerful that it acts as a cosmic force that holds the universe in balance. അതാണ് പറയുന്നത്. അപ്പോൾ and this line is an example of hyperbole. Hyperbole എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ എക്സാജറേറ്റ് ചെയ്ത് പറയുക അല്ലെ. അവരുടെ പ്രണയമൊന്നും അല്ല നമ്മുടെ യൂണിവേഴ്സിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. പക്ഷെ അവർ സ്പീക്കർ പറയണം the love is that powerful, that intense എന്നാണ് പറയുന്നത്. And again the poet says, I carry your heart, I carry it in my heart. ഇനി ഈ പോം എന്ന് പറയുന്നത് കോൺക്രീറ്റ് പോയട്രി ആണ്. കോൺക്രീറ്റ് പോയട്രി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു ക്രോസ്, കുരിശിനെ കുറിച്ചിട്ടൊരു ഇത് ഞാൻ ഈ ഡെഫിനേഷൻ ഞാൻ AI എടുത്തതാണ്. നമ്മുടെ ടെക്സ്റ്റിനകത്തും ഉണ്ട്, നല്ലൊരു ഡെഫിനേഷൻസ് എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഞാൻ ആദ്യമേ പറയട്ടെ, ഇ കമ്മിങ്സിൻ്റെ പേരിനെ കുറിച്ച് പറയാം. ഈ കമ്മിങ്സ് എന്നുള്ള പേര് നമ്മൾ പലപ്പോഴും ലോവർ കേസിലാണ് എഴുതാറുള്ളത്. അത് പല റൈറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ബെൽ ഹുക്സ് ഒക്കെ നിങ്ങൾ കേട്ട് കാണും, ആഫ്രിക്കൻ ഫെമിനിസ്റ്റ് ഒരു തിയറിസ്റ്റ് ആണ്. അവരുടെയൊക്കെ പേര് നമ്മൾ ബെൽ ഹുക്സ് എന്നുള്ള ലോവർ കേസിലാണ് എഴുതുക. ദാറ്റ് ഈസ് ബിക്കോസ് എന്താ പറയുക, ആളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ പേര് അങ്ങനെ എഴുതിയാൽ മതി എന്ന്. പക്ഷെ ഇ കമ്മിങ്സിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം നോക്കൂ, ഇപ്പോൾ നിങ്ങൾ പോയിന്റിൽ ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞു ഐ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് സ്മോൾ ലെറ്ററിലാണ് അല്ലേ. അതുപോലെ ഞാൻ പറഞ്ഞു പലതും പാരന്തസിസിൽ കണ്ടു, അത് ഞാൻ പറഞ്ഞില്ല പോയിന്റ്. ഐ ക്യാരി യുവർ ഹാർട്ട് വിത്ത് മീ, ഐ ക്യാരി ഇറ്റ് ഇൻ. ആ പാരന്തസിസ് ഡിനോട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ ഒരു ഹൃദയം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആണ് എന്ന് പറയില്ല, ആ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫീല് റീഡർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പാരന്തസിസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റേഷൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ പോയംസിൽ നടത്താറുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരും പലപ്പോഴും പബ്ലിഷേഴ്സ് സ്മോൾ ലെറ്ററിലാണ് കൊടുക്കാറുള്ളത്. ഞാനിതിൽ സ്മോൾ ലെറ്ററിൽ കൊടുക്കാൻ നോക്കിയപ്പോൾ എന്തോ ഒരു ക്യാപ്സ് ലോക്ക് ശരിക്കും വർക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൊടുത്തത് കേട്ടോ. എല്ലാതും അപ്പർ കേസിലാക്കി ആയിപ്പോയതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കമ്മിങ്സ് എന്നുള്ള പേര് പലപ്പോഴും നമ്മൾ സ്മോൾ ലെറ്ററിലാണ് എഴുതുക. അത് പബ്ലിഷേഴ്സ് അങ്ങനെ കൊടുക്കുന്നതാണ് ബിക്കോസ് ഓഫ് ദ എക്സ്പെരിമെൻറ്റേഷൻസ് ഹി മേക്ക് ഇൻ ഹിസ് പോയട്രി. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് കോൺക്രീറ്റ് പോയട്രി. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിരുന്നു. കോൺക്രീറ്റ് പോയട്രി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സാധനത്തെക്കുറിച്ച്, ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആപ്പിളിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രോസ് കുരിശിനെ കുറിച്ചൊരു പോയം എഴുതുകയാണെങ്കിൽ ആ ഒരു വസ്തുവിനെ കുറിച്ച്, എന്തൊരു വസ്തുവിനെ കുറിച്ചിട്ടാണോ, അബൌട്ട് വാട്ട് ഈസ് ദ പോയിം ഡീൽസ് വിത്ത്, അബൌട്ട് വാട്ട് ദ പോയിം ഡീൽസ് വിത്ത്, അതിനെക്കുറിച്ച് ആ ഒരു വസ്തുവിൻ്റെ ഷേപ്പിലാണ് എന്ത് പോം ഉണ്ടാവുക. പോയത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ലൈൻസ് അറേഞ്ച് ചെയ്ത് കാണാം. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, പക്ഷെ അതിൻ്റെ ഒരു ടൈപ്പോഗ്രഫി, സ്പേസിങ് ഞാൻ പറഞ്ഞു. അവിടെ ഐ ഫിയർ എന്ന് കണ്ടിട്ടൊരു പോസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദാറ്റ് ഡിനോട്ട്സ് ഹിസ് വൾണറബിലിറ്റി ആസ് എ ഹ്യൂമൻ ബീങ് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതുപോലെ ഈ പാരന്തസിസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെയാണ്
ഈ പോയത്തിനെ കോൺക്രീറ്റ് പോയട്രി ആക്കി മാറ്റുന്നത്. ഓക്കെ, ദിസ് ഈസ് നോട്ട് കോൺക്രീറ്റ് പോയട്രി ഇൻ ഇറ്റ്സ് ഓർഡിനറി സെൻസ്. ഞാൻ പറഞ്ഞു ഓർഡിനറി സെൻസിൽ ഇപ്പോൾ ഒരു ഹൃദയത്തെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ലവിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ഇറ്റ് ഈസ് സപ്പോസ് ടു ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ഹാർട്ട് ഓർ സംതിങ് റിലേറ്റഡ് അസോസിയേറ്റഡ് വിത്ത് ലവ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പക്ഷെ ദിസ് becomes a concrete poetry because of the typography and spacing. Okay, the poet has used in the poem. Typography and spacing ആണ് ഇത് ഈ പോയത്തിനെ ഒരു വിഷ്വൽ പോയട്രി, otherwise concrete poetry ആക്കി മാറ്റുന്നത്. I hope the poem was clear for you. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും അധികം ഇല്ല. എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ക്ലാസ്സസ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഈ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കേൾക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.